ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. എല്ലാവർക്കും ശ്യാമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുറുക്ക് കാളനാണ്. ഓണം സ്പെഷ്യൽ കുറുക്ക് കാളനായിട്ട് ഞാൻ ഒരു 1.5 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇടുകയാണ്. ചേന നമ്മൾ നല്ല സ്ക്വയറായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്ക് ചെറുതായിട്ട് അരിയരുത്, കുറച്ച് വലുതാക്കിയിട്ട് തന്നെ അരിയണം. അങ്ങനെ നമ്മൾ ഈ ചേനയും കായും കൂടിയിട്ട്, നേന്ത്രക്കായും കൂടിയിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പ്, ഈ കപ്പിന് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഒരു സ്പൂണ് കുറച്ച് ഇത്ര ഇടുന്നുള്ളൂ. പിന്നെ നമുക്ക് തൈരൊക്കെ ഒഴിച്ചതിന് ശേഷം രണ്ടാമത് ഉപ്പ് വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ ചേനയായതുകൊണ്ട് ചില ചേനകൾ വേവാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും, അതുകൊണ്ടാണ്. ഇനി അതിലേക്ക് ഞാൻ മുളക് പൊടിയല്ല ഇടുന്നത്. നോക്കൂ, ഇത്രയും കുരുമുളകിൻ്റെ പൊടിയാണ് ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ കുക്കർ അടച്ചൊന്ന് വേവിക്കാം. ഇനി അതിൻ്റെ അരപ്പിലേക്കായിട്ട് ഞാൻ ഒരു 4 പച്ചമുളക്, അതേപോലെ കറിവേപ്പില, നോക്കൂ, ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു വലിയ തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. ഇനി നമുക്ക് കുറച്ച് ജീരകം അതിലേക്ക് ഇടാം. ജീരകം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ജീരകമാണ്. ജീരകം ടേസ്റ്റാണ് കേട്ടോ. കാളന് ജീരകം ഇട്ടുണ്ടെങ്കിൽ ടേസ്റ്റാണ്. അതാ ഞാൻ ഏകദേശം ഇത്രയും ജീരകം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് നന്നായിട്ട്, നല്ല ഫൈനായിട്ട്, നൈസായിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാം. ചേനയും കായും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. അതാ നോക്കുക, വെള്ളമൊക്കെ നല്ല പാകത്തിനാണ്. ഇനി നമ്മൾ അതിലേക്ക് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഈ കപ്പിനൊരു കപ്പ് തൈര് ഞാൻ മിക്സിയിലിട്ട് ഉടച്ചിട്ടൊന്നുമില്ല. ഇതേപോലെ തന്നെ തിക്കായിട്ട് ജസ്റ്റ് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് അതിൻ്റെ ആ കട്ടയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ കുക്കറിലേക്ക് ഒഴിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഈ കാളൻ്റെ എങ്ങനെ വെച്ചാൽ കുറുക്ക് കാളുണ്ടാക്കുന്ന സമയത്ത് ഈ തൈര് ഇതിൽ ഒഴിച്ച് കഴിഞ്ഞത് ഒന്നങ്ങോട്ട് തിളച്ച് വന്നാൽ അതിങ്ങനെ കുറച്ച് മേലേക്കൊക്കെ ഇങ്ങനെ തെറിച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. ഇത് നോക്കൂ, നേരത്തെ നമ്മൾ കാളനിലേക്ക് അരച്ചെടുത്തിട്ടുള്ള അരപ്പാണിത്. നന്നായിട്ട് നൈസായിട്ട് അരഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ആ കാളനിൽ ചേർക്കാം. കാളൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തൈരൊക്കെ കഷ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ഒഴിക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണേ. അതായത് ഇതിങ്ങനെ രണ്ടും കൂടി, ഈ തൈരും ഈ തേങ്ങയും കൂടിയിട്ട് ഇങ്ങോട്ട് തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് മുകളിലേക്ക് വരും കേട്ടോ. അപ്പം അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ അരവൊക്കെ നന്നായിട്ട് ചേർന്നുണ്ട്. തൈരും കൂടിയിട്ട് നന്നായിട്ട് കണ്ടില്ലേ, അതിന് മുകളിലേക്ക് പൊട്ടി വരുന്നത് കണ്ടില്ലേ. ഇനി നമ്മളത് ഓഫാക്കുകയാണ്. ഇനി അതിലേക്ക് വറുത്തിടാനായിട്ട് ഞാൻ ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചോളൂ കേട്ടോ, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. നന്നായി കുറച്ച് പോരാ. അത് ചൂടായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇടുകയാണ്. ഏകദേശം ചെറിയ സ്പൂണിന് ഒരു 3 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. ഒരു സ്പൂണ് ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവയും പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി ഇടുന്നുണ്ട്. 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഈ ഉലുവയാണ് നമ്മുടെ കാളൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ്. നമ്മൾ ചുമന്ന മുളക് അതിലേക്ക് വറുത്തിടാൻ അതിൻ്റെ ഞെട്ടിയോട് കൂടിയിട്ടാണ് ഇടുന്നത്.
കറിവേപ്പില. നമ്മൾ വറുത്തിട്ടത് എല്ലാതും കൂടിയിട്ട് ഈ കാളനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. ഓണത്തിന്റെ കുറുക്ക് കാളനാണ്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ എന്നിട്ട് കമന്റ് പറയണം കേട്ടോ. അപ്പോൾ ഇത്രേ പണിയുള്ളൂ നമുക്ക് കുറുക്ക് കാളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൊണ്ട് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനി ഒന്നും കൂടി കുറുകി വരും. ഓക്കെ, താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.